നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന്. HMPV വൈറസ് വ്യാപനം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. കാനഡ അമേരിക്കയിൽ ലയിക്കണം. ട്രൂഡോയുടെ രാജിക്ക് പിന്നാലെ ആവശ്യവുമായി ഡൊണാൾഡ് ട്രംപ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കർഷക സമരം വെള്ളിയാഴ്ച പരിഗണിക്കും. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. ആരോപണത്തിൽ കഴമ്പില്ലെന്ന് വിജിലൻസ്. വാർത്തകൾ വിശദമായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ്. ആകെയുള്ള 70 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഫെബ്രുവരി 8-നാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ദില്ലിയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കിയെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. 13,033 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് ഉണ്ടാവുക. മദ്യനയ അഴിമതി കേസടക്കം സജീവ ചർച്ചയാകുന്ന പ്രതികൂല സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി മൂന്നാമതും അധികാരം പിടിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. 70 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. മരണ സർട്ടിഫിക്കറ്റ്, ബൂത്ത് ലെവൽ ഓഫീസറുടെ സാക്ഷ്യപത്രമടക്കം രേഖകൾ പരിശോധിച്ചാണ് അന്തിമ തീരുമാനം എടുക്കുകയെന്നും ഹിയറിംഗ് പ്രക്രിയയും വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 23-ന് അവസാനിക്കും. ഇന്നലെ പുറത്തുവന്ന കണക്ക് പ്രകാരം ദില്ലിയിൽ 1.55 കോടി വോട്ടർമാരാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ഫെബ്രുവരി 8-നായിരുന്നു തെരഞ്ഞെടുപ്പ്. 11-ന് വോട്ടെണ്ണൽ നടന്നു. 16-ന് രണ്ടാം കെജ്രിവാൾ സർക്കാർ അധികാരമേറ്റു. 62.82% പോളിംഗ് രേഖപ്പെടുത്തി. 70-ൽ 63 സീറ്റുകൾ ആം ആദ്മി പാർട്ടിയും 7 സീറ്റ് BJPയും നേടി. അഴിമതി കേസിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്ക് നിർണായകമാണ്. 100 കോടിയുടെ ദില്ലി മദ്യനയ അഴിമതിയും 46 കോടിയുടെ വസതി മോടിപ്പിടിപ്പിക്കലും അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ BJP ശക്തമായി ഉന്നയിക്കുന്നു. ആരോപണം കടുപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ കളം നിറഞ്ഞു കഴിഞ്ഞു. അഴിമതി ആരോപണത്തെ മറികടക്കാൻ പതിവ് പോലെ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് പിടിച്ചു നിൽക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമം. നിലവിലെ ക്ഷേമ പദ്ധതികൾ തുടരുന്നതിനൊപ്പം എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 2,100 രൂപ വാഗ്ദാനം ചെയ്യുന്ന മഹിളാ സമ്മാൻ യോജന, 60 വയസ്സിന് മുകളിലുള്ളവർക്കായി സൗജന്യ ആരോഗ്യ പദ്ധതിയായ സജ്ജീവനി യോജന തുടങ്ങിയ പദ്ധതികളാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് 12,200 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് വോട്ട് ചോദിക്കാൻ BJPക്കും ശക്തിയായി. കർണാടക, ഹിമാചൽ മോഡലിൽ പ്യാരി ദീദി യോജന പ്രഖ്യാപിച്ച് 2,500 രൂപ സ്ത്രീകൾക്കായി കോൺഗ്രസും വാഗ്ദാനം ചെയ്യുന്നു. കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കുന്നതോടെ ത്രികോണ മത്സരത്തിന്റെ ചൂടിലേക്ക് ഈ മഞ്ഞുകാലത്തിൽ ദില്ലി നീങ്ങുകയാണ്. അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുനമ്പം നിവാസികളുടെ സമരം 87 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആശങ്കകൾ പങ്കുവച്ച് KCBC ജാഗ്രതാ കമ്മീഷൻ. KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ CMI ദീപികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലൂടെയാണ് ആശങ്കകൾ പ്രകടിപ്പിച്ചത്. വൈകുന്ന നീതി അനീതിയാണെന്ന വിഖ്യാതമായ സൂക്തം ലോകമെമ്പാടുമുള്ള നിയമജ്ഞർ പലപ്പോഴും ആവർത്തിക്കുന്ന നീതി നിർവഹണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. നീതി നടപ്പാക്കാൻ കാലതാമസമരുത് എന്ന സാമാന്യ തത്വം നമ്മുടെ ഭരണകർത്താക്കളും നിയമജ്ഞരും വളരെ ഗൗരവമായി വിചിന്തന വിഷയമാക്കേണ്ടതുണ്ടെന്ന് ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ CMI ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. 2025 ജനുവരി 1-ന് വഖഫ് അവകാശവാദ വിഷയത്തിൽ മുനമ്പം നിവാസികൾ നിരാഹാര സമരം ആരംഭിച്ച് 87 ദിവസം പൂർത്തിയായിരിക്കുകയാണ്. ജുഡീഷ്യൽ കമ്മീഷനെ വലിയ പ്രതീക്ഷയോടെയാണ് മുനമ്പം നിവാസികൾ കാണുന്നതെങ്കിലും തങ്ങളുടെ സമരം അവസാനിപ്പിക്കുവാൻ അവർ തയ്യാറായിട്ടില്ല. മുനമ്പം പ്രദേശത്തെ 600-ൽ പരം കുടുംബങ്ങളുടെ സ്വന്തമായ ഭൂമിക്കുമേലുള്ള വഖഫ് അവകാശവാദം ഒരു ഘട്ടത്തിലും പിൻവലിക്കുവാൻ വഖഫ് ബോർഡ് തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള വിവിധ മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ പലപ്പോഴായി നയതന്ത്രപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വഖഫ് അവകാശവാദത്തെ തള്ളിപ്പറയുവാൻ ആരും തയ്യാറായിട്ടില്ല. എങ്കിലും മുൻപത്തേത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് ആരംഭം മുതൽ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഡിസംബർ 25-ന് മുനമ്പം സമരപ്പന്തലിൽ പ്രത്യാശ ദീപം തെളിക്കാനെത്തിയ അദ്ദേഹം വീണ്ടും തന്റെ നിലപാട് ആവർത്തിക്കുകയുണ്ടായി. രേഖകൾ പരിശോധിച്ച ശേഷമാണ് താൻ ഈ നിലപാട് സ്വീകരിച്ചതെന്നും VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുൻപാകെ വഖഫ് നിയമപരിഷ്കരണത്തിന് എതിർപ്പറിയിച്ച വേളയിൽ മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് എംപിമാർ സ്വീകരിച്ചതെന്ന്
അക്കാലത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പരസ്യമായി VD സതീശനെ തള്ളിപ്പറയുകയുണ്ടായി. മുൻപത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുവാൻ ആർക്കും അവകാശമില്ലെന്നും VD സതീശന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും അത് വഖഫ് ഭൂമിയല്ല എന്ന നിലപാട് മുസ്ലിം ലീഗിനില്ലെന്നുമാണ് പൊതുവേദിയിൽ വെച്ച് KM ഷാജി പറഞ്ഞത്. തുടർന്ന് കൂടുതൽ ശക്തമായ ഭാഷയിലാണ് ലീഗ് നേതാവ് ED മുഹമ്മദ് ബഷീർ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. മുൻപത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നും വഖഫ് ഭൂമി ആണോ അല്ലയോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിന്റെയും ആവശ്യമില്ലെന്നും ആര് പറഞ്ഞാലും അതങ്ങനെ അല്ലാതാകില്ലെന്നുമാണ് ED പറഞ്ഞത്. വയനാട്ടിലെയും പാലക്കാടിലെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഇത്തരം വാദങ്ങൾ പരസ്യമായി ഉയർന്നു തുടങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ച PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും മുൻപത്തേത് വഖഫ് ഭൂമിയാണ് എന്ന വാദത്തെ തള്ളിയില്ല. അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കരുത് എന്ന മുസ്ലിം ലീഗിന്റെ നിലപാടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പലപ്പോഴായി വ്യക്തമാക്കിയത്. മുൻപത്തേത് വഖഫ് ഭൂമിയല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ തുടക്കത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച നയപരമായ സമീപനത്തിൽ ക്രമേണ മാറ്റം വരുന്നതായാണ് വ്യക്തമായിട്ടുള്ളത്. തുടർന്ന് പ്രധാനികളെല്ലാം പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. പല മുസ്ലിം സംഘടനകളും ഈ വിഷയത്തിൽ കൂടുതൽ ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിവിധ മുസ്ലിം സംഘടനകളുടെ മുഖപത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും മറ്റും വ്യാപകമായ പ്രചരണങ്ങൾ ഈ വിഷയം സംബന്ധിച്ച് നടത്തുകയുണ്ടായിട്ടുണ്ട്. മുനമ്പം വിഷയത്തെ പ്രതിരോധിക്കുവാനും ജനശ്രദ്ധ വഴിതിരിച്ചു വിടാനുമായി മറ്റു ചില അനുബന്ധ പ്രചരണങ്ങൾ നടത്തുന്നതിനും അത്തരക്കാർ ശ്രമിച്ചു. കത്തോലിക്ക സഭയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമകൾ എന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ഈ അടുത്ത കാലത്തുണ്ടായ TDS കേസിലെ സുപ്രീം കോടതി വിധി സംബന്ധിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങളും ചില കോണുകളിൽ നിന്ന് ഉണ്ടായത് ഉദാഹരണങ്ങളാണ്. ആരംഭഘട്ടത്തിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിൽ വളരെ മുമ്പേ എളുപ്പത്തിൽ പരിഹരിക്കാമായിരുന്ന ഒരു തർക്കം മാത്രമായിരുന്നു ഇതെന്ന അഭിപ്രായ പ്രകടനം പ്രതിപക്ഷം പലപ്പോഴായി ഉന്നയിക്കുകയുണ്ടായിരുന്നു. ഇനിയെങ്കിലും ഗൗരവപൂർണമായ ഇടപെടൽ നടത്തുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ജനുവരി 3 സമരപ്പന്തൽ സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച നടപടിയോടെ സർക്കാരിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. നിലവിൽ ഈ വിഷയത്തിൽ വന്നുചേർന്നിരിക്കുന്ന സങ്കീർണതകൾ സർക്കാരിന്റെ ഉത്തരവാദിത്തം വളരെയേറെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ദീപികയിൽ പങ്കുവച്ച ലേഖനത്തിൽ പറയുന്നു. ഇന്ത്യയിൽ HMPV വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും HMPV വൈറസുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാൻ സജ്ജമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു. രാജ്യത്ത് ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. നിലവിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. HMPV പുതിയ വൈറസ് അല്ല, അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും JP നദ്ദ പറഞ്ഞു. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കാവശ്യമായ കാര്യങ്ങൾ കേന്ദ്രം സ്വീകരിക്കുന്നുണ്ട്. ആരോഗ്യ വിദഗ്ധർ ഇതിനോടകം HMPV വൈറസിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. 2001 കണ്ടെത്തിയ ഈ വൈറസ് വർഷങ്ങളായി ലോകത്താകെയുണ്ട്. എല്ലാ പ്രായപരിധിയിലുള്ളവർക്കും ഈ രോഗം വരാം. ശൈത്യകാലത്താണ് ഇതിന്റെ വ്യാപനം കൂടുതൽ. ചൈനയിലെ HMPV വ്യാപനത്തെ ആരോഗ്യ മന്ത്രാലയവും ICMR-ഉം നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അയൽ രാജ്യങ്ങളിലെ സ്ഥിതിയും നിരീക്ഷിക്കുന്നുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. കർണാടകയിൽ 2 കേസുകളും ഗുജറാത്തിൽ 1 കേസും ചെന്നൈയിൽ 2 കേസുകളുമാണ് ഇതുവരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത HMPV കേസുകൾ. ഇന്ത്യയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും പറഞ്ഞു. വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിരുന്നു. ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ച് പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. HMPV ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള പ്രായമായവർ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ, കിടപ്പ് രോഗികൾ, ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളുമുള്ളവർ എന്നിവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഫ്ലുവൻസ പോലെ തന്നെ HMPV വരാതിരിക്കാൻ മാസ്ക് ധരിക്കുന്നതാണ് അഭികാമ്യം. കൂടാതെ ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുകയും വേണം. രോഗങ്ങളുടെ സമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടരുത്. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. HMPV സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ ഭൂരിപക്ഷ വാർത്തകളും തെറ്റാണ് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെ ചില മാധ്യമങ്ങളിൽ
ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തു, കണ്ടെത്തിയിരിക്കുന്നു എന്നൊക്കെ മട്ടിലുള്ള വാർത്തകൾ വന്നു. അത് തെറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വൈറസ് നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. 2001 ലോകത്ത് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതിന് 50 വർഷം മുൻപ് തന്നെ ലോകത്ത് ഇത് ഉണ്ട് എന്നല്ലെങ്കിൽ ഈ വൈറസ് മൂലമുള്ള ജലദോഷവും പനിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രലോകം പറയുന്നത്. ഇപ്പോ കേരളത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് പരിശോധനാ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് IAV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി 2023-24 വർഷം, കാരണം ഈ IAV പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മൾ സാമ്പിൾസ് അയക്കുമല്ലോ, ആ സാമ്പിൾസ് അയക്കുമ്പോൾ പരിശോധിച്ചതിൽ 11 കേസസ്, അത് സാമ്പിൾ സൈസ് വളരെ കുറവാണെന്നുള്ളത് കാണും. അപ്പോൾ 11 കേസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് ഇത് റെസ്പിറേറ്ററി പാനൽ നമ്മൾ പരിശോധിക്കുമ്പോൾ റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയിൽ ഇത് നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പോൾ പല തവണ നമുക്ക് നേരത്തെ തന്നെ ഇത് കണ്ടെത്തിയിട്ടുള്ള ഒരു വൈറസാണ്. അപ്പോൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത്. അത് ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഇത് ഇന്നലെ അവരുടെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പുതിയ വൈറസ് അല്ല, ആദ്യമായിട്ടല്ല കണ്ടുപിടിക്കുന്നത്, ഇന്ത്യയിൽ നേരത്തെ തന്നെ ഉള്ള വൈറസാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ HMPV-യുമായി ബന്ധപ്പെട്ട് ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിന് ഒരു വാക്സിൻ അങ്ങനെയല്ല, അതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത്. അതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചില രാജ്യങ്ങളിൽ നല്ല രീതിയിൽ റൈസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ യാത്ര ചെയ്യുന്നവരാണല്ലോ കേരളീയർ, നല്ല രീതിയിൽ ആഭ്യന്തരമായിട്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ്. അത് ആരൊക്കെ ധരിക്കണം? പ്രത്യേകിച്ച് ഗർഭിണികൾ, പ്രായമുള്ളവർ, ഗുരുതര രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഏത് രോഗത്തെയും ഇങ്ങനെയുള്ള പകർച്ച പനികളെയൊക്കെ തന്നെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കേരളം എന്ത് മുൻകരുതൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിത് പ്രത്യേകമായിട്ടുള്ളൊരു പുതിയ സാഹചര്യം ഇവിടെ ഇല്ല. പക്ഷേ കേരളം ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന ഇത് സംബന്ധിച്ച് ഇതിൽ ജനിതക മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ഡോക്ടേഴ്സും ആരോഗ്യ വിദഗ്ധരും ഇതിൽ ജനിതക മാറ്റം ഇല്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു സിവിയറിറ്റി സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും ഇല്ല. അതുകൊണ്ട് നിലവിൽ നമ്മൾ ചെയ്യുന്നത്, കേരളം ചെയ്യുന്നത്, നമ്മുടെ ഈ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ പരിശോധിക്കുന്നു. അത് സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്റ്റേറ്റിൽ എത്രയുണ്ട്, അത് വർദ്ധിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്, വിദേശത്ത് നിന്ന് ഇവിടെ എത്തുന്നവർക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും നിലവിലില്ല. പിന്നെ ഇത്തരത്തിലുള്ള കേസുകൾ ഉയരുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് പ്രത്യേകിച്ച് പനി വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കും, നിരീക്ഷിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനം വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിൽ ഒരു ആശങ്ക വേണ്ടതില്ല. കാരണം അനാവശ്യമായിട്ടൊരു ആങ്സൈറ്റി അല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തരത്തിലൊരു ആശങ്ക വേണ്ട. പക്ഷെ ജാഗ്രത, ഈ കുറേയേറെ ആളുകൾ മാസ്ക് ധരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, നല്ല കാര്യമാണ്. ഗർഭിണികളും പ്രായമുള്ളവരും രോഗമുള്ളവരും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കണം എന്നുകൂടി ആരോഗ്യവകുപ്പ് പറയുന്നു. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട് അന്വേഷണ സംഘം വിജിലൻസ് ആസ്ഥാനത്ത് സമർപ്പിച്ചു. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് ADGPക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒരു ആരോപണത്തിലും കഴമ്പില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. റിപ്പോർട്ട് അതേപടി സർക്കാരിന് കൈമാറുമോ, കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുമോ എന്നതിൽ ഡയറക്ടർ യോഗേഷ് ഗുപ്തയുടെ നിലപാട് നിർണായകമാകും. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അന്വേഷണം. അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും പരാതികൾ തെളിയിക്കാനുള്ള യാതൊരു രേഖകളും സമർപ്പിച്ചില്ലെന്നും അന്വേഷണത്തിലൊന്നും കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ DYSP ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. DGP-യായി സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട്. കവടിയാറിലെ വീട് നിർമ്മാണത്തിനായി SBI-യിൽ നിന്ന് അജിത് 1.5 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. കുറുവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചുവിറ്റുവെന്നും ഇതുവഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്നുമുള്ള ആരോപണം ശരിയല്ലെന്നാണ് കണ്ടെത്തൽ. 2009 കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത്. ഇതിനായി 25 ലക്ഷം വായ്പ എടുത്തു. 2013 കമ്പനി ഫ്ളാറ്റ് കൈമാറി.
പക്ഷേ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി. 4 വർഷം താമസിച്ച ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുന്നത് 2016-ലാണ്. വിൽപ്പനയ്ക്ക് 10 ദിവസം മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു. 8 വർഷം കൊണ്ടുണ്ടായ മൂല്യവർധനയാണ് വീടിന്റെ വിലയിൽ ഉണ്ടായത്. സർക്കാരിനെ അറിയിക്കുന്നതടക്കം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്നുമാണ് വിജിലൻസ് കണ്ടെത്തൽ. കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിനെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചുവെന്നുമായിരുന്നു മറ്റൊരു ആരോപണം. എന്നാൽ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച മണിക്കൂറുകൾക്കകം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായം ശ്രദ്ധേയമാകുന്നു. കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കണമെന്ന വാഗ്ദാനം ആവർത്തിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ട്രംപ്. ഒരുമിച്ച് നിന്നാൽ എത്ര മഹത്തായ രാഷ്ട്രമായിരിക്കുമെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. ട്രംപിന്റെ നിർദ്ദേശത്തോട് കാനഡയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒന്നാം ട്രംപ് സർക്കാരിന്റെ കാലത്ത് ട്രൂഡോയും ട്രംപും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. 2024 നവംബർ 5 തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കുക എന്ന ആശയം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ട്രൂഡോയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ സമയത്തും വാഗ്ദാനം ട്രംപ് ആവർത്തിച്ചിരുന്നു. പിന്നീട് പലതവണ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ട്രംപ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. 9 വർഷത്തെ ഭരണത്തിന് ശേഷം കാനഡയിലെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി നേതാവ് ജസ്റ്റിൻ ട്രൂഡോ തിങ്കളാഴ്ചയാണ് രാജിവെച്ചത്. ഈ വർഷം പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നിർബന്ധനത്തിന് വഴങ്ങിയായിരുന്നു ട്രൂഡോയുടെ രാജി. പാർട്ടി പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം മോശമായി തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത്. കനേഡിയൻ പൗരനായ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ട്രൂഡോയുടെ ആരോപണമാണ് ബന്ധം വഷളാക്കിയത്. 2023 ജൂണിൽ നിജ്ജർ കാനഡയിലെ സറയിൽ കൊല്ലപ്പെട്ടു. കൊലയിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നതിനെ വിശ്വസനീയമായ ആരോപണങ്ങളുണ്ടെന്ന് 2023 സെപ്റ്റംബറിൽ ട്രൂഡോ കനേഡിയൻ പാർലമെന്റിൽ പറഞ്ഞു. ഇന്ത്യ ഈ ആരോപണം തള്ളി. ഇരു രാജ്യവും നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചു. ഉഭയകക്ഷി ബന്ധം വഷളായി. ഖലിസ്ഥാൻ അനുകൂലികളെ ട്രൂഡോ സംരക്ഷിക്കുന്നുവെന്ന് ഇന്ത്യ ആരോപണമുയർത്തി. കാനഡയിലെ വോട്ട് ബാങ്കായ ഖലിസ്ഥാൻകാരെ പ്രീതിപ്പെടുത്താനാണ് ട്രൂഡോയുടെ ശ്രമമെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. കലൂർ സ്റ്റേഡിയത്തിൽ തൃക്കാക്കര MLA ഉമാ തോമസ് വീണ് പരിക്കേറ്റ സംഭവത്തിൽ ഓസ്കാർ ഇന്റർനാഷണൽ ഇവന്റ്സ് ഉടമ PS ജിനീഷ് കുമാർ പോലീസ് കസ്റ്റഡിയിൽ. തൃശൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും ജിനീഷ് അന്വേഷണ സംഘത്തിനു മുൻപിൽ ഹാജരായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് PS ജിനീഷ് കുമാറിനെ കസ്റ്റഡിയിൽ എടുത്തത്. കലൂർ സ്റ്റേഡിയത്തിൽ തൃക്കാക്കര MLA ഉമ്മ തോമസ് വീണ് പരിക്കേറ്റ സംഭവത്തിൽ 5 പേരെ പോലീസ് പ്രതി ചേർത്തിരുന്നു. ഇതിൽ മൃദംഗ വിഷൻ CEO ഷമീർ അബ്ദുൾ റഹീം, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി മാനേജർ കൃഷ്ണകുമാർ, സ്റ്റേജ് ഡെക്കറേഷൻ സംഘത്തിലെ ബെന്നി എന്നിവർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ എറണാകുളം ജില്ലാ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതി ഉത്തരവ് പറയും. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ നിരവധി പ്രശ്നങ്ങൾ പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്റ്റേഡിയം വാടകയ്ക്കെടുക്കാൻ ഒപ്പിട്ട് നൽകിയത് മൃദംഗ വിഷൻ MD ആയ നികോഷ് കുമാർ ആണെങ്കിലും അനുമതി പത്രം ഉൾപ്പെടെ കൈപ്പറ്റിയത് കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇവന്റ് മാനേജ്മെന്റ് ചുമതലയുണ്ടായിരുന്ന കൃഷ്ണകുമാർ ആയിരുന്നു. ഇത്തരത്തിൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചെങ്കിലും യാതൊരു ഔദ്യോഗിക രേഖകളും സംഘാടകരുടെ കയ്യിലില്ല. ഈ പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പരിപാടിയുടെ വിശ്വാസ്യത പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം യഥാർത്ഥ ഗിന്നസ് റെക്കോർഡ് തന്നെയാണോ നൽകിയതെന്ന് അറിയാനും ഇതിനായി കൊച്ചിയിലെത്തിയവർ യോഗ്യരാണോ എന്നും സംഘം അന്വേഷിച്ചു വരികയാണ്. ഇക്കഴിഞ്ഞ 28-നാണ് മൃദംഗ വിഷന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മൃദംഗനാഥം എന്ന പേരിൽ നൃത്തപരിപാടി സംഘടിപ്പിച്ചത്. സിനിമാ താരം ദിവ്യ ഉണ്ണി, സിനിമാ സീരിയൽ താരം ദേവി ചന്ദന അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സ്റ്റേജിൽ നിന്ന് വീണ ഉമാ തോമസ് MLAക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇതിന് പിന്നാലെ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷനെതിരെ വ്യാപക വിമർശനം ഉയർന്നു. സ്റ്റേജ് നിർമ്മിക്കാൻ സംഘാടകർ അനുമതി വാങ്ങിയില്ലെന്ന ആരോപണവും ശക്തമായി.
ഇക്കാര്യം സ്ഥിരീകരിച്ച് GCDA രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ മൃദംഗ വിഷൻ CEO ഷമീർ അബ്ദുൾ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കർഷക സമരം, കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ അനിശ്ചിതകാല നിരാഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഹർജികൾ വെള്ളിയാഴ്ച പരിഗണിക്കുവാനായി സുപ്രീം കോടതി മാറ്റി. സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതതല സമിതിയുമായി കർഷകർ ചർച്ചയ്ക്ക് തയ്യാറായ സാഹചര്യം പഞ്ചാബ് സർക്കാരിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ അറിയിച്ചു. ഗനൌരിയിൽ നിരാഹാര സമരം തുടരുന്ന ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാത്തതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതും നീട്ടിവെക്കണമെന്ന് പഞ്ചാബ് ആവശ്യപ്പെട്ടു. തുടർന്ന് വെള്ളിയാഴ്ച പരിഗണിക്കാൻ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, NK സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു. 41 ദിവസമായി നിരാഹാരം തുടരുന്ന ദല്ലേവാളിന്റെ അവസ്ഥ തീരെ മോശമായി. കരൾ, വൃക്ക, ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനത്തിൽ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് 2024 നവംബർ 26 മുതലാണ് കർഷക നേതാവായ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ നിരാഹാര സമരം ആരംഭിക്കുന്നത്. മിനിമം താങ്ങുവിലയുടെ നിയമപരമായ ഉറപ്പുൾപ്പെടെയാണ് ദല്ലേവാളിന്റെ ആവശ്യം. ഡിസംബർ 31 വരെയായിരുന്നു സർക്കാരിനെ സുപ്രീം കോടതി സമയം നൽകിയിരുന്നത്. പഞ്ചാബ് ചീഫ് സെക്രട്ടറിയും DGPയും വെർച്വലായി കോടതിയിൽ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ. നേതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ജഡ്ജിമാരായ സൂര്യകാന്ത്, ഉജ്വൽ ബുയാൻ എന്നിവരുടെ അവധിക്കാല ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. 3 കർഷക കരിനിയമങ്ങൾക്കെതിരെയുള്ള കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വിളകൾക്ക് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ, കാർഷിക കടം എഴുതിത്തള്ളൽ, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ, വൈദ്യുതി നിരക്ക് വർധനവിനുള്ള നിർദ്ദേശം പിൻവലിക്കുക, കർഷകർക്കെതിരായ പോലീസ് കേസ് പിൻവലിക്കൽ, ലങ്കിപൂർ ഗേരി ആക്രമണത്തിന്റെ ഇരകൾക്ക് നീതി, 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനഃസ്ഥാപിക്കുക, 2020-21 ഡൽഹിയിൽ നടന്ന സമരത്തിനിടെ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത്. രാജ്യത്ത് 2026 മാർച്ചോടെ നക്സലിസം അവസാനിപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അമിത് ഷാ. ബിജാപൂരിൽ IED സ്ഫോടനത്തിൽ സൈനികർ കൊല്ലപ്പെട്ട വാർത്ത അതീവ ദുഃഖകരമാണെന്നും ധീരരായ സൈനികരുടെ കുടുംബാംഗങ്ങളോട് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ മാവോയിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ 9 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. ജവാന്മാർ സഞ്ചരിച്ച വാഹനം കുഴിബോംബുകൾ ഉപയോഗിച്ച് മാവോയിസ്റ്റുകൾ തകർക്കുകയായിരുന്നു. ജനുവരി 3 മുതൽ ബിജാപൂർ, നാരായണപൂർ മേഖലകളിൽ മാവോയിസ്റ്റുകൾക്കെതിരെ കർശന പരിശോധന സംസ്ഥാന പോലീസിന്റെ ഭാഗമായ ജില്ലാ റിസർവ് ഗാർഡ് തുടങ്ങിയിരുന്നു. 2 വാഹനങ്ങളിലായി സഞ്ചരിക്കുന്നതിനിടെയാണ് കുഴിബോംബ് സ്ഫോടനം നടന്നത്. ബിജാപൂരിലെ അംബേലി ഗ്രാമത്തിലെ വനമേഖലയിലെ റോഡിലാണ് മാവോയിസ്റ്റുകൾ കുഴിബോംബ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഈ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ പീപ്പിൾസ് ലിബറേഷൻ ഗറില്ല ആർമിയിലെ 4 മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് ആക്രമണത്തെ സുരക്ഷാ സേന വിലയിരുത്തുന്നത്. വാഹനം ഇതിനു മുകളിൽ കയറിയതോടെ പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിൽ ഒരു വാഹനം പൂർണ്ണമായി തകർന്നു. ജവാന്മാരുടെ ശരീരം ചിതറിപ്പോയി. 20 ജവാന്മാരാണ് സ്ഫോടനത്തിൽ അകപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നത്. മാവോയിസ്റ്റുകൾക്കെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും കർശന നടപടിയുണ്ടാകുമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായി പറഞ്ഞു. 2026 മാവോയിസത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചത്. അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിഷ്ണു ദേവ്സായി പറഞ്ഞു. ടിബറ്റിൽ 1 മണിക്കൂറിനുള്ളിൽ തുടർച്ചയായുണ്ടായ 6 ഭൂചലനങ്ങളിൽ 50 പേർ കൊല്ലപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ 6 ഭൂചലനങ്ങളാണ് തുടർച്ചയായി ഉണ്ടായത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ പല പ്രദേശങ്ങളിലും പ്രകമ്പനങ്ങളുണ്ടായി. ഡൽഹി, NCR, ബീഹാർ, ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. നേപ്പാളിലെ നോബുഷയിൽ നിന്ന് 93 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് ഭൂചലനമുണ്ടായത്. ഭൂചലനത്തിൽ കാഠമണ്ഡുവിലടക്കം പ്രകമ്പനമുണ്ടായി. ഇതിന് പിന്നാലെ ഉത്തരേന്ത്യയിലെ ചിലയിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഡൽഹിയിലും ബീഹാറിലും ചിലയിടങ്ങളിൽ പ്രകമ്പനമുണ്ടായതായാണ് റിപ്പോർട്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പ്രകാരം നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള ലോബുഷയിൽ നിന്ന് 93 കിലോമീറ്റർ വടക്കു കിഴക്കായി രാവിലെ 6:35 ഭൂചലനം ഉണ്ടായത്.
ഭൂകമ്പത്തിന്റെ ആഘാതം വിലയിരുത്താൻ നേപ്പാളിലെയും ഇന്ത്യയിലെയും എമർജൻസി റെസ്പോൺസ് ടീമുകൾ അതീവ ജാഗ്രതയിലാണ്. ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:47 അഫ്ഗാനിസ്ഥാനിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പിന്നാലെയാണ് നേപ്പാളിലും ഭൂചലനം ഉണ്ടായത്. ഭൂചലനം നിരവധി പേരെ ബാധിച്ചതായി ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ CCTV റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിൽ നിന്ന് 380 കിലോമീറ്റർ അകലെയാണ് ഭൂചലനം ഉണ്ടായത്. കുത്തനെയുള്ള പർവ്വത പ്രദേശങ്ങളും ഉയർന്ന ഉയരങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ വെല്ലുവിളി നിറഞ്ഞതാണെന്ന് രക്ഷാപ്രവർത്തനമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേപ്പാൾ ഇതിനു മുൻപും ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുള്ള രാജ്യമാണ്. 2005-ലുണ്ടായ ഭൂചലനത്തിൽ 10,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. യുഎസിലെ പ്രമുഖ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള ചൈനീസ് ഹാക്കർമാരുടെ ആക്രമണം കരുതിയിരുന്നതിലും വലുത്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അപകടകരമായ സാഹചര്യത്തിലേക്കാണ് അമേരിക്കൻ കമ്പനികൾക്കെതിരായ ഹാക്കിംഗ് നീക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാൾട്ട് ടൈഫൂൺ എന്നറിയപ്പെടുന്ന ചൈനീസ് ലിങ്ക്ഡ് ഗ്രൂപ്പ് വ്യവസായ ഭീമന്മാരായ AT&T, വെരിസോൺ എന്നിവയുൾപ്പെടെ 9 US ടെലികോം കമ്പനികളുടെ നെറ്റ്വർക്കുകളാണ് നിലവിൽ ഹാക്കിങ്ങിന് ഇരയാക്കിയത്. വാഷിംഗ്ടൺ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഹാക്കർമാർ സെൻസിറ്റീവ് നെറ്റ്വർക്ക് ഡാറ്റയിലേക്കും ഫോൺ കോളുകളിലേക്കും ആക്സസ് നേടിയാണ് പ്രവർത്തനം നടത്തുന്നത്. മുതിർന്ന US ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ള ഉയർന്ന വ്യക്തികളെയും ചൈനീസ് ഹാക്കർമാർ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശം ടെലികോം ഹാക്കിംഗ് എന്നാണ് US ഉദ്യോഗസ്ഥർ സാൾട്ട് ടൈഫൂൺ പ്രവർത്തനത്തെ വിശേഷിപ്പിക്കുന്നത്. അൺപാച്ച് ചെയ്യാത്ത നെറ്റ്വർക്ക് ഉപകരണങ്ങളും വലിയ നെറ്റ്വർക്ക് റൂട്ടറുകളും ആക്രമണകാരികൾ ചൂഷണം ചെയ്തുവെന്ന് വാഷിംഗ്ടൺ സ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ടെലികോം കമ്പനികൾ അവരുടെ നെറ്റ്വർക്കുകൾ സുരക്ഷിതമാക്കാൻ ശ്രമിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ല. കൂടാതെ നിലവിലെ സൈബർ സുരക്ഷാ നടപടികൾ ചോദ്യം ചെയ്ത് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ഭാവിയിലെ ആക്രമണങ്ങൾ തടയുന്നതിന് ജാഗ്രത പാലിക്കാനും ശക്തമായ സൈബർ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ നടപ്പിലാക്കാനും ഭരണകൂടം കമ്പനികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണിപ്പോൾ. മുമ്പ് കരുതിയിരുന്നതിലും വലിയ സൈബർ ആക്രമണമാണ് US ടെലികോം കമ്പനികൾക്കെതിരെ നടന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. നിർണായകമായ US ഇൻഫ്രാസ്ട്രക്ചർ ഹാക്ക് ചെയ്യാനുള്ള ചൈനീസ് ഹാക്കർമാരുടെ കഴിവ് ദേശീയ സുരക്ഷയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നുവെന്നത് വ്യക്തമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അന്വേഷണങ്ങൾ തുടരുമ്പോൾ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിലും അത്തരം സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും റിപ്പോർട്ടുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.